SYSൻ്റെ പ്ലാറ്റിനം ഇയർ സമാപനം കുറിക്കുന്ന കേരള യുവജന സമ്മേളന നഗരിയിൽ നിന്നാണ് വളരെ പ്രമുഖരായ രണ്ട് വ്യക്തിത്വങ്ങളോടൊപ്പം ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നത്. കേരളത്തിലെ സുന്നി പ്രസ്ഥാന കുടുംബത്തിൻ്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു അധ്യായമാണ് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ 70 വർഷങ്ങൾ. അതോട് ചേർത്തു വായിക്കേണ്ട ചരിത്രമാണ് കേരളത്തിലെ മദ്രസ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം. 1950 വരെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃപദവി കേരളത്തിലെ മുസ്ലിം സമുദായത്തിനുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ജനകീയമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള രണ്ട് സംവിധാനങ്ങളാണ് കേരളത്തിലെ മദ്രസ പ്രസ്ഥാനവും അതേപോലെ തന്നെ യുവജന സംഘടനയും. SYSൻ്റെ 70-ാം വാർഷിക സമ്മേളനം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്ന ഈ സമയത്ത് അതിൻ്റെ സമാന്തരമായി അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ കേരളത്തിലെ പ്രാസ്ഥാനിക കുടുംബത്തിൻ്റെ മുന്നേറ്റത്തെ ജനകീയമാക്കുന്നതിൽ വലിയ ഔന്നിത്യത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും കൂടി അയവിറക്കുകയാണ്. ഈ സമയത്ത് ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാൻ നമ്മോടൊപ്പം സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറി പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് സാഹിബുണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ മാനേജർ ബഹുമാനപ്പെട്ട CP സൈദലി മാഷ് ചങ്ങര രണ്ടുപേരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരെയും ഈ സംഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കതിൻ്റെ ഒരു രൂപീകരണ പശ്ചാത്തലം പറഞ്ഞു തുടങ്ങാം. SYS രൂപീകരിക്കപ്പെട്ടപ്പോൾ ഒരു ബഹുജന കൂട്ടായ്മ എന്നുള്ള രൂപത്തിലാണ് SYS രൂപീകരിക്കപ്പെട്ടത്. അത് ജനകീയമായി ഗ്രാമങ്ങളിൽ കുടുംബങ്ങളിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ മദ്രസ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ്. അപ്പോൾ അതിൻ്റെ ഒരു രൂപീകരണത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചിട്ടുള്ള സാഹചര്യം ഒന്നോർത്ത് പറഞ്ഞാൽ എന്താവും? അമീർ സാഹിബ് തുടങ്ങും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. SYS സമസ്ത കേരള സുന്നി യുവജന സംഘം 1954 രൂപീകൃതമായപ്പോൾ ഇപ്പോൾ അതിൻ്റെ 70-ാം വാർഷികം ആഘോഷിക്കുകയാണ്. 1951 വിദ്യാഭ്യാസ ബോർഡ് നിലവിൽ വരുന്നത്. അതിലേക്ക് നയിക്കേണ്ട സാഹചര്യം 1950-45 കാലഘട്ടത്തിന് മുമ്പൊക്കെ കേരളത്തിലെ മതവിദ്യാഭ്യാസം വെറും ഓത്തുപള്ളിയിൽ ഒതുങ്ങിയതായിരുന്നു. കൃത്യമായൊരു സിലബസോ വ്യവസ്ഥാപിതമായ രൂപങ്ങളോ ട്രെയിനിങ്ങോ ഒന്നും ഇല്ലാത്ത ഓത്തുപള്ളി സിസ്റ്റത്തിൽ നിന്ന് ഒരു കുറെ കൂടി ശാസ്ത്രീയമായ വിദ്യാഭ്യാസ സംവിധാനം വേണമെന്ന് അക്കാലത്തെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയായി. ആ ചർച്ചയ്ക്ക് തിരികൊളുത്തിയത് മൗലാന മർഹൂം നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉസ്താദായിരുന്നു. ഉസ്താദിൻ്റെ ഒരു ലേഖനമാണ് അന്ന് ചർച്ചയ്ക്ക് വന്നത്. അതിനെ തുടർന്നുണ്ടായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു വാർഷിക സമ്മേളനത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുകയും ഇനി മദ്രസ സിസ്റ്റം നാട്ടിലുണ്ടാവണം, ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കുറെ കൂടി പ്രായോഗികമായ വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ മദ്രസകൾ വേണമെന്ന അഭിപ്രായം വരികയും അങ്ങനെ ആ 1951 തന്നെ വിദ്യാഭ്യാസ ബോർഡിന് അന്ന് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരിലാണ് വിദ്യാഭ്യാസ ബോർഡ് നിലവിൽ വന്നത്. അത് പ്രവർത്തനം തുടങ്ങി അങ്ങനെ കുറേ കാലം നമ്മൾ പ്രവർത്തിച്ചു വരുന്നതിനിടയിൽ വ്യാപകമായി മദ്രസകൾ ഓരോ മഹല്ലുകളിലും മദ്രസകൾ ഉണ്ടാക്കി, ഏകീകൃതമായ സിലബസ് ഉണ്ടാക്കി, പരീക്ഷകൾ, അതുപോലെ തന്നെ അധ്യാപക ട്രെയിനിങ്, ഒരുപാട് സംവിധാനങ്ങൾ അന്നൊക്കെ MA ഉസ്താദിൻ്റെയും അതുപോലെയുള്ള വലിയ ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടന്നു വരികയായിരുന്നു. പിന്നീട് 1989-90 കാലഘട്ടങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന അതിൻ്റെ മേൽഘടകമായ പണ്ഡിത സംഘടനകൾ അനിവാര്യമായി ഉണ്ടായ ഒരു പുനഃസംഘടനയുടെ ഫലമായി വിദ്യാഭ്യാസ ബോർഡും പുനഃസംഘടിപ്പിച്ചു. അങ്ങനെ സുന്നി വിദ്യാഭ്യാസ ബോർഡ് നിലവിൽ വന്നു, ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. ഇങ്ങനെ വിദ്യാഭ്യാസ ബോർഡ് സംവിധാനങ്ങൾ രൂപപ്പെടാനുണ്ടായ സാഹചര്യം സംബന്ധം ബാക്കി കാര്യങ്ങൾ ചോദിച്ചാൽ പറയാം. അതിൻ്റെ വളരെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനാവുമോ? എന്ന് പറഞ്ഞാൽ ഒരു മുൻമാതൃക ഇല്ല, ഒരു ഫ്രെയിമില്ല, ഓഫീസില്ല, പുസ്തകമില്ല, ഇങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യത്തിലാണല്ലോ തുടങ്ങുന്നത്. അതിൻ്റെ പ്രാരംഭകാല പ്രവർത്തനങ്ങൾ അമീർ സാഹിബിനെ പറയാം അല്ലേ? വിദ്യാഭ്യാസ ബോർഡ് നേരത്തെ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിൻ്റെ ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷെ പാഠപുസ്തകങ്ങൾ സ്വന്തമായിട്ടില്ല, വേറൊരു സംവിധാനമില്ല, ഓഫീസില്ല, അങ്ങനെ ഒന്നും സീറോയിൽ നിന്നാണ് വിദ്യാഭ്യാസ ബോർഡ് നിലവിൽ വരുന്നത് പുനഃസംഘടനയ്ക്ക് ശേഷം. മദ്രസയിൽ പുസ്തകങ്ങൾ
സ്വന്തമായി ഉണ്ടാക്കണം, വിവിധ വിഷയങ്ങളിൽ ഉണ്ടാക്കണം. ഫിഖ്ഹിൽ വേണം, അഖീദയിൽ വേണം, താരീഖിൽ വേണം, അതുപോലെ തന്നെ അഖ്ലാഖിൽ വേണം, തജ്വീദ് വേണം. എല്ലാ വിഷയങ്ങളിലും പുസ്തകം ഉണ്ടാക്കാൻ വേണ്ടി നല്ല പ്രഗത്ഭരായ കുറേ പണ്ഡിതർ, ബഹുമാനപ്പെട്ട കോടമ്പഴ ബാവോസ്താദിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ കാന്തപുര ഉസ്താദും അതുപോലെ ആലിമീങ്ങളും ഒരുമിച്ച് കൂടി ബാവോസ്താദിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ, ഒരു ടീമിനെ അതിനു വേണ്ടി വിനിയോഗിക്കുകയും അൽഹംദുലില്ലാ ഒരൊറ്റ മാസത്തിനകം എല്ലാ വിഷയത്തിലും എല്ലാ ക്ലാസ്സിലേക്കുമുള്ള പുസ്തകങ്ങൾ ഉണ്ടാക്കാൻ നമുക്കന്ന് സാധിച്ചു. ആ പുസ്തകങ്ങൾ വിവിധ ഭാഷകളിൽ അൽഹംദുലില്ലാ വിശദമായി പിന്നീട് പറയാം, ഭാഷകളിലായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രായോഗികമായ ഒരു വിദ്യാഭ്യാസ സംവിധാനമായി എല്ലാവരും അംഗീകരിച്ച ഒരു കരിക്കുലവും പാഠപുസ്തകങ്ങളുമാണ് ഇന്ന് സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഉപയോഗിച്ച് വരുന്നത്. ഇതിൻ്റെ നിലവിലെ ഒരവസ്ഥ പരിശോധിച്ചാൽ എത്രത്തോളം മദ്രസകളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പഠന രീതി, പാഠ്യപദ്ധതി, ഇതൊക്കെ ശാസ്ത്രീയമാക്കാനൊക്കെ വേണ്ടി നിലവിൽ നടന്നു വരുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? CP സാറ് തുടങ്ങും. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹ്. സുന്നി വിദ്യാഭ്യാസ ബോർഡിന് കൃത്യമായ ഒരു കരിക്കുലവും സിലബസും ഉണ്ട്. നമുക്ക് ICERT എന്ന് പറയുന്ന ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു റിസർച്ച് വിങ്ങുണ്ട്. ആ റിസർച്ച് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തി അതിനനുസരിച്ച് വളരെ കൃത്യമായി ആവശ്യമായ പരിഷ്കരണങ്ങൾ വരുത്തിക്കൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ കേരളം ഉൾപ്പെടെ 22 സംസ്ഥാനങ്ങളിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വ്യാപകമായിട്ടുള്ളത്. അതിൽ പ്രധാനമായും കേരള, കർണാടക, തമിഴ്നാടാണ് പ്രധാനമായും ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ജനസംഖ്യ കൂടുതൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കൂടുതൽ വരുന്നത് ബംഗാൾ, ആസാം, ന്യൂഡൽഹി, ഗുജറാത്ത്, അതുപോലെ കാശ്മീർ, ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളാണ്. ഇതല്ല മറ്റ് 22 സംസ്ഥാനങ്ങളിൽ കൂടി നമുക്കുണ്ട്. ഇപ്പം നമുക്ക് 10,182 മദ്രസകൾ ഈ കേരളം ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലും, കേരളത്തിന് ഇന്ത്യക്ക് പുറത്ത് സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, ഒമാൻ തുടങ്ങിയ മറ്റ് വിദേശ രാജ്യങ്ങളിലടക്കം നമുക്ക് 10,182 മദ്രസകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് പുറമെ ഈ ഒരു സ്ട്രീം എന്ന് പറയുന്നത്, ഇത് യഥാർത്ഥത്തിൽ ഈ -3 മുതൽ, അതായത് 3 വയസ്സ് പ്രായമുള്ള കുട്ടികളെ മുതൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തന പരിധിയിൽ വരുത്തുന്നുണ്ട്. അതിന് 3, 4, 5 വയസ്സുള്ള സംവിധാനത്തിന് കീഴിൽ, നമ്മുടെ സംവിധാനത്തിന് കീഴിൽ നമുക്ക് തിബിയാൻ പ്രീ സ്കൂൾ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അത് നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രമാണുള്ളത്. അതിൻ്റെ കീഴിൽ 68 പുസ്തകങ്ങൾ നമ്മൾ വിവിധ ഭാഷകളിൽ ഇറക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ ബോർഡിന് 300 പുസ്തകങ്ങളുണ്ട്. അതിൽ 11 ഭാഷകളാണുള്ളത്. അറബി മലയാളം, തമിഴ്, അറബി തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, ഇംഗ്ലീഷ്, ബംഗ്ല, ആസാമി തുടങ്ങി 11 ഭാഷകളിൽ നമ്മുടെ പുസ്തകങ്ങൾ ഇപ്പോൾ വ്യാപകമായുണ്ട്. ഡൽഹിയിലാണ് നമ്മുടെ പ്രധാനമായ ഓഫീസുള്ളത്. ഡൽഹി ദരിയാഗഞ്ചിലുള്ള ഖട്ര മസ്ജിദിനടുത്താണ് നമ്മുടെ പ്രധാന ഓഫീസുള്ളത്. പിന്നെ റീജിയണൽ ഓഫീസായി പ്രധാനപ്പെട്ട ഒരു ഓഫീസ് കോഴിക്കോട്, മംഗലാപുരം, ഹുബ്ലി, ഇങ്ങനെ തുടങ്ങി തമിഴ്നാട്ടിൽ വിവിധ സ്ഥലങ്ങളിൽ, ആസാമിൽ, പിന്നെ ബീഹാർ, ഇങ്ങനെ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് ഓഫീസ് സംവിധാനങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ സിസ്റ്റത്തിന് കീഴിൽ ഈ 10,000 മദ്രസകളെ, കേവലം മദ്രസകൾ എന്നതിനപ്പുറം അതിന് കൃത്യമായ ഇൻസ്പെക്ഷൻ രീതികളുണ്ട്. ഇപ്പോൾ നമുക്ക് 100 ഇൻസ്പെക്ടർമാരുണ്ട്. അവർ ഒരു വർഷം 2 തവണ ഈ മദ്രസകൾ വിസിറ്റ് ചെയ്യും. അവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ കൊടുക്കും, ട്രെയിനിങ് കൊടുക്കും. ഇതിന് പുറമെ 50 ഓർഗനൈസർമാർ കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിലായി നമുക്ക് പ്രവർത്തിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം. മൊത്തം ഒരു 5,50,000 വിദ്യാർത്ഥികളാണ് നമ്മുടെ ഈ സംവിധാനത്തിന് കീഴിൽ മദ്രസയിൽ വരുന്നത്. ഇതിന് പുറമെ IIME എന്ന് പറയുന്ന സംവിധാനമുണ്ട്. 360 സ്കൂളുകൾ രജിസ്റ്റേർഡ് കേരള സിലബസിലും CBSEയിലും ICSE, ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന IIME. അതിന് പുറമെയാണ് ജാമിയത്തുൽ ഹിന്ദ്. ജാമിയത്തുൽ ഹിന്ദിൽ 252 സ്ഥാപനങ്ങൾ ഇപ്പോൾ രജിസ്റ്റേർഡായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് +2 മുതൽ മേലോട്ടുള്ള റിസർച്ച് വരെയുള്ള സംവിധാനങ്ങളിൽ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസമാണ്. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും കൂടെ ആസ്ഥാനമായിട്ടാണ് വിദ്യാഭ്യാസ ബോർഡ് എന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നത്. വേറെ വേറെ സബ് ടൈറ്റിലുകളായിട്ട് അതിനുണ്ട്. അങ്ങനെയാണുള്ളത്. കേരളത്തിന് പുറത്തേക്ക് വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ഏതൊരു സമയത്താണ്
അത് തുടങ്ങിയുള്ള കാര്യങ്ങളും കൗതുകരമായിരിക്കുമല്ലോ. കേരളത്തിൻ്റെ പുറത്തുള്ള പ്രവർത്തനങ്ങൾ പറയുമ്പോൾ കേരളത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ. അവർക്ക് മതം പഠിക്കാനുള്ള സംവിധാനങ്ങളില്ല, പഠിപ്പിക്കാൻ ആളുമില്ല. അതുകൊണ്ട് തന്നെ അവർ അലക്ഷ്യരായി ഇങ്ങനെ കഴിയുകയാണ്. പലരും തീവ്രവാദങ്ങളിലേക്കൊക്കെ പോകുന്നു മതം പഠിക്കാത്തതുകൊണ്ട്. അങ്ങനെ മതം പഠിക്കാത്ത വലിയൊരു മുസ്ലിം സമൂഹം കേരളത്തിൻ്റെ പുറത്ത് പല സംസ്ഥാനങ്ങളിലുള്ളത് കൃത്യമായി മനസ്സിലാക്കിയ ഒരു മഹൽ വ്യക്തിത്വമായ മർഹൂം ഷാഹുൽ ഹമീദ് ബാക്കവി, ശാന്തപുരം. അദ്ദേഹം ഇന്ത്യ ഒട്ടുക്കും യാത്ര ചെയ്തു, പല സ്ഥലത്ത് അനുഭവങ്ങൾ പഠിച്ചു. ആ അനുഭവങ്ങൾ നമ്മുടെ നേതാക്കളുമായി പങ്കുവെച്ചു. അങ്ങനെ കേരളത്തിൻ്റെ പുറത്തേക്ക് നമുക്ക് വിദ്യാഭ്യാസ സംവിധാനം വ്യാപിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും അദ്ദേഹം തന്നെ അഖിലേന്ത്യാ ഓർഗനൈസറായി ധാരാളം സ്ഥലങ്ങളിൽ അദ്ദേഹമാണ് തുടങ്ങിയതെങ്കിലും ഒരുപാട് ഓർഗനൈസർമാർ അദ്ദേഹം പിന്നെ സൃഷ്ടിച്ചു. അങ്ങനെ എല്ലായിടത്തും ഇത് എത്തിക്കുകയും അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ബംഗാളിലൊക്കെ വലിയ മാറ്റങ്ങളാണ്. അവർക്കൊന്നും അറിയില്ല. ഇപ്പോഴവർ 2 വിദ്യാഭ്യാസവും ഈ ഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തിൻ്റെ കേന്ദ്രങ്ങൾ തന്നെ ബംഗാളിൽ അസമിലൊക്കെ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ നിയമങ്ങൾക്ക് അനുസൃതമായി അവിടെയും സ്ഥാപനങ്ങൾ നടക്കുന്നു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് ധാർമ്മികമായ ഒരു നിലവാര തകർച്ച മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടതിൻ്റെ നേരിട്ട് പോയി അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നേതാക്കൾ ആ വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഏത് വർഷമായിരിക്കും കേരളത്തിന് പുറത്തേക്ക് മാറിയതെന്നുള്ള കൃത്യമായി ഓർമ്മയുണ്ടോ? 1990 നമ്മളെ സുന്നി വിദ്യാഭ്യാസ ബോർഡ് നിലവിൽ വന്ന് അടുത്ത വർഷം തന്നെ തുടങ്ങിയിട്ടുണ്ട്. 1991 തന്നെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഈ അധ്യാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പഠന രീതിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയ കാലത്തു നിന്നുള്ള അധ്യാപനത്തിൻ്റെ രീതിയും സംവിധാനമൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസൃതമായിട്ടുള്ള എന്തു മാറ്റാണ് വിദ്യാഭ്യാസ ബോർഡ് നിലവിൽ ഈ മേഖലയിൽ വരുത്തിയിട്ടുള്ളത്? നമ്മൾ കേവലം ഒരു കിതാബുകൾ കൊണ്ട് പഠിക്കുക എന്നതിനപ്പുറം കൃത്യമായ ഇവാലുവേഷൻ സ്കീമും അതുപോലെ തന്നെ ട്രെയിനിങ് സംവിധാനവും നമുക്ക്. ആ ട്രെയിനിങ് സംവിധാനത്തിന് കീഴിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു 3 മാസക്കാലം നിരന്തരമായി ട്രെയിനിങ് കൊടുത്ത് 20 ആളുകളെ ഈ ലേണിംഗ് ഡിസബിലിറ്റി മാത്രം അഡ്രസ്സ് ചെയ്യാൻ കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് എനിക്ക് തോന്നുന്ന മതവിദ്യാഭ്യാസ രംഗത്ത് ഇത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല തീരെ. കുട്ടികൾ ഏതെങ്കിലും ക്ലാസ്സുകളിൽ അവർ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ കാലാകാലവും അവർ പിന്നാക്കം നിൽക്കുക, അവർ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് അവരെ പ്രൊമോട്ട് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു രീതിയാണ് മദ്രസ രംഗത്ത് പണ്ട് കാലങ്ങളിലുള്ളത്. അതിന് വലിയ മാറ്റമാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡ് വരുത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ അതിൻ്റെ ട്രെയിനിങ് ഇപ്പോൾ എല്ലാ റേഞ്ച് തലങ്ങളിലും മുഴുവൻ അധ്യാപകരെയും വിളിച്ചു വരുത്തിയിട്ട് സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ആ ട്രെയിനിങ് സംവിധാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു കുട്ടിയെ ഓരോ കുട്ടികളെയും പ്രത്യേകമായി അസസ് ചെയ്ത് പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി എന്താണ് അതിനുള്ള കാരണങ്ങളെന്ന് അത് പ്രത്യേകമായി അത് അസസ് ചെയ്ത് അതിനുള്ള പരിഹാര മാർഗങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് പുറമെ നമ്മളിപ്പോൾ പുതിയ കിതാബുകൾ വരുന്ന സമയത്ത് കൃത്യമായ പരിശീലന രീതി ഉണ്ടാവും. ആ പരിശീലനങ്ങളിൽ നമ്മുടെ പുസ്തകത്തിൻ്റെ തന്നെ ഒരു രീതി പണ്ട് കാലങ്ങളിലെ തർജമ എന്നുള്ള ആ രൂപത്തിൽ നിന്ന് മാറിയിട്ട് പ്രത്യേകമായ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പഠന രീതിയുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കടപ്പുറത്തേക്കൊരു കുട്ടികൾ ഒന്നിച്ചൊരു ടൂർ പോകുന്നു വിചാരിക്കും. അപ്പോൾ അവിടെ ആ കടപ്പുറത്ത് നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ കുട്ടികൾ, നമ്മളൊരു പാഠം തന്നെ അങ്ങനെയുണ്ട്, കടലിലെ വെള്ളം കൊണ്ട് ഉതുവെടുക്കുന്നു. അപ്പോൾ കടലിലെ വെള്ളം കൊണ്ട് ഉതുവെടുക്കുമ്പോൾ കുട്ടികൾ സംശയം ചോദിക്കുന്നു, കടലിലെ വെള്ളം ഉപ്പുവെള്ളമല്ലേ, അത് തഹൂറാണോ എന്ന് കുട്ടികൾ ചോദിക്കുന്നു. അപ്പോൾ അതിൻ്റെ മറുപടി അവിടെ നിന്ന് തന്നെ കുട്ടികളോട് പറയുന്നു, തഹൂറാണ്, അതിന് ഉതുവെടുക്കുന്നതിന് കുഴപ്പമില്ല. ഈ തരത്തിൽ ഇപ്പോൾ ജമ്മു കസർ, ആ ജമ്മു കസറിനൊക്കെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇതിന് പുറമെ കാലികമായ വിഷയങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. മതപരമായ ഈ വിഷയത്തോടൊപ്പം തന്നെ ആനുകാലികമായ വിഷയങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഈ ട്രാഫിക് റൂൾസ്, അത് ഇപ്പോൾ അടുത്ത് മീഡിയയിലൊക്കെ വലിയൊരു വാർത്ത വന്നിരുന്നു. ട്രാഫിക് റൂൾസിനെ കുറിച്ച് ഇപ്പോൾ കേരള സർക്കാർ തന്നെ വർഷങ്ങളായി നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നതാണ് സർക്കാരിൻ്റെ പാഠ്യപദ്ധതിയിൽ ട്രാഫിക് റൂൾ പഠിപ്പിക്കണം. പക്ഷേ വ്യവസ്ഥാപിതമായ ഒരു രൂപം ഇപ്പോഴും സർക്കാർ പാഠപുസ്തകങ്ങളിൽ വന്നില്ല. പക്ഷെ നമ്മളത് നേരത്തെ കണ്ടു. നമ്മൾ ഈ കാര്യം കുട്ടികളെ പഠിപ്പിക്കും. ഇപ്പോൾ നമുക്ക് 6ാം ക്ലാസ്സിലൊരു പാഠമുണ്ട്. ആ പാഠത്തിൽ കുട്ടികൾ പിതാവ് ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് കാണാൻ പോകുന്നു, അവരെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന സമയത്ത് കുട്ടി വാഹനത്തിൽ കയറിയിട്ട് പറയുന്നു റോഡിൻ്റെ ഏത് സൈഡ് കൂടെയാണ് പോകേണ്ടത്, പച്ച ലൈറ്റ് കണ്ടാൽ വണ്ടി ഓടിക്കണം, ചുവപ്പ് കണ്ടാൽ നിർത്തണം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഡ്രൈവറോട് ആ കാര്യങ്ങൾ ഉപദേശിക്കുകയാണ്. അത് പഠിക്കുന്ന മദ്രസയിൽ നിന്നാണ്. അപ്പോൾ അത് വലിയ വൈറലായി. നമ്മുടെ MVD-മാരൊക്കെ നമ്മുടെ ഈ പാഠ്യഭാഗങ്ങൾ എടുത്ത് അവർ തന്നെ സർക്കാരിനെയൊക്കെ ബോധ്യപ്പെടുത്തി നമുക്കത് വലിയ വൈറലായിട്ട് വന്നു.
ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ പാഠ്യപദ്ധതിയിൽ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പം ആനുകാലികമായ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബഹുസ്വര രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ബഹുസ്വര രാജ്യത്ത് എല്ലാ വിഭാഗം ആളുകളുണ്ടാവും. ആ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊണ്ട് ജീവിക്കാൻ ആവശ്യമായ ഒരു പരിശീലനം നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് നൽകുന്നുണ്ട്. അപ്പം അങ്ങനെ ഏറ്റവും കാലികമാണ് നമ്മുടെ രീതികൾ. അധ്യാപകർക്ക് കൃത്യമായ ട്രെയിനിങ് ഉണ്ട്, വിദ്യാർത്ഥികൾക്ക് കൃത്യമായ പ്രോഗ്രാമുകളുണ്ട്. നമ്മുടെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഈ ഇവാലുവേഷന് പുറമെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷനാണ്. അതിന് നമുക്ക് ചാർട്ടുകളുണ്ട്. ആ ചാർട്ടുകൾ വെച്ചുകൊണ്ട് ഒരു കുട്ടി മദ്രസയിലേക്ക് വരുന്ന സമയത്ത് ആ കുട്ടിയുടെ അവൻ്റെ മുഴുവൻ കാര്യങ്ങളും തുടക്കം മുതൽ അവൻ്റെ ഡ്രസ്സിങ്, അവൻ്റെ സംസാരങ്ങൾ, അവൻ്റെ വീട്ടിലെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകൾ, അവൻ്റെ പഠന രീതികൾ, ഇതൊക്കെ നമ്മൾ അവനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള സംവിധാനമാണ് വിളിച്ചത്. അത് നമ്മൾ തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായി നമ്മൾ ആ മേഖലയിലും. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ വേറെ ഏതെങ്കിലും സംവിധാനത്തിന് കീഴിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആ സംവിധാനത്തിലേക്ക് നമ്മൾ വന്നിട്ട് നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലത്തിൽ ഇപ്പോൾ പുതിയ ഉണ്ടാക്കിയ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നേരത്തെ മാനേജർ സൂചിപ്പിച്ചതുപോലെ അക്കീദ, വിശ്വാസപരമായ കാര്യങ്ങൾ, കർമ്മപരമായ കാര്യങ്ങൾക്ക് പുറമെ ഈ സ്വഭാവം, അവരുടെ പെരുമാറ്റ രീതി, ബിഹേവിയറൽ സയൻസ് കുട്ടികളിൽ ഊന്നുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. ഇപ്പം ട്രാഫിക് റൂൾസും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു, കടൽ വെള്ളത്തിൻ്റെ കാര്യം. അതോടൊപ്പം തന്നെ ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരോടും എല്ലാ മതക്കാരോടും പെരുമാറേണ്ട രീതികൾ, എല്ലാ മനുഷ്യരോടും മനുഷ്യേതര ജീവികളോട് പെരുമാറേണ്ട ഒരുപാട് പാഠങ്ങൾ ഒക്കെ നമ്മളെ കുട്ടികൾ ഇപ്പോൾ പഠിക്കേണ്ടതാണ്. അതുപോലെ എല്ലാവരോടും സ്നേഹത്തിലും മൈത്രിയിലും പെരുമാറാൻ വേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. അതിന് പുറമെ ഏറ്റവും അധികം ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ പലരും ആകർഷിച്ചത് എന്താണെന്ന് വെച്ചാൽ പരിസ്ഥിതി സംരക്ഷണം. ഇന്ന് കാലഘട്ടത്തിൽ അനിവാര്യമായ കാര്യമാണ്. അത് സ്കൂളിൽ പഠിച്ച പോലെ മദ്രസയിൽ വെച്ച് തന്നെ കുട്ടികളെ പഠിപ്പിക്കുക. പരിസ്ഥിതി സംരക്ഷണം, മരം മുറിക്കുന്നതിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളും. അതുപോലെ തന്നെ പരിസര മലിനീകരണത്തിനെതിരെ ഏറ്റവും പ്രശ്നം ഇന്ന് സമൂഹം കാണുന്നത്, കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിലൊക്കെ കാണുന്നത് സാമൂഹ്യമായ ഒരു മലിനീകരണമാണ്. ഈ മലിനീകരണത്തിനെതിരെയുള്ള ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി. അങ്ങനെ പൊതുവായ വിഷയങ്ങൾ, വെറും മതത്തിൻ്റെ ഇത് മാത്രമല്ല, ഒരു മനുഷ്യൻ നല്ല പൗരനായി കുട്ടി നല്ല പൗരനായി വളർന്നു വരാൻ അവൻ എന്തൊക്കെ സ്വാധീനിക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു പാഠ്യപദ്ധതിയാണ്, പാഠപുസ്തകമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സർക്കാരിൻ്റെ അടുത്തുനിന്ന് വലിയ ആനുകൂല്യങ്ങൾ പറ്റുകയും സർക്കാർ ശമ്പളം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് കേരളത്തിലെ മദ്രസ സംവിധാനം മുന്നോട്ട് പോകുന്നത് എന്നുള്ള ആരോപണം, വിവാദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ ഉണ്ടാവാറുണ്ട്. എത്ര രൂപയുടെ ആനുകൂല്യം കിട്ടുന്നുണ്ടാവും ഒരു മദ്രസക്ക്? തീർത്തും തെറ്റായ ഒരാരോപണമാണ്. കേരളത്തിൽ അത് സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെത് മാത്രമല്ല, കേരളത്തിലെ ഒരു മതവിദ്യാഭ്യാസ ബോർഡിനും, അതായത് ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡുകൾക്കും നമ്മുടേതല്ലാത്ത ബോർഡുകൾക്കും ഒരു നയാ പൈസ പോലും സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു രൂപ പോലും കിട്ടുന്നില്ല. ഒരു രൂപ പോലും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളതിൻ്റെ ശമ്പളം കൊടുക്കാനും മറ്റുള്ള സംവിധാനങ്ങൾ ഓരോ മദ്രസയിലും കുട്ടികളിൽ നിന്നുള്ള ഫീസും ആളുകളിൽ നിന്നെടുക്കുന്ന വരിസംഖ്യയും ഉപയോഗിച്ചുകൊണ്ട് മാത്രം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ പറയുകയാണെങ്കിൽ ബിൽഡിംഗ് അത് ജനങ്ങളുടേതാണ്, നാട്ടുകാരുണ്ടാക്കിയതാണ്, നാട്ടിലെ കമ്മിറ്റികൾ ഉണ്ടാക്കിയതാണ്. അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന അവരാണ്, അധ്യാപകർക്ക് ഭക്ഷണം കൊടുക്കുന്ന അവരാണ്, വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ പാഠപുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുന്നവരാണ്. ഇതൊക്കെ അവരാണ്. സർക്കാരിൽ നിന്ന് ഒരു പൈസ പോലും കിട്ടുന്നില്ല. ഈ മദ്രസ ക്ഷേമനിധി എന്ന് പറഞ്ഞിട്ട് അധ്യാപകർക്ക് സർക്കാർ എടുത്ത് വലിയ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാണല്ലോ പ്രചരിക്കപ്പെടുന്നത്. മദ്രസാ ക്ഷേമനിധി എന്ന് പറഞ്ഞത് ഒരു ക്ഷേമനിധിയാണ്. അതായത് അധ്യാപകർ നിശ്ചിത വിഹിതം കൊടുക്കുന്നു, മാനേജ്മെൻറ്റും വിഹിതം കൊടുക്കുന്നു. ആ വിഹിതം കൊടുത്ത ഏതൊരു ക്ഷേമനിധിയാണെങ്കിലും, ഇപ്പോൾ ചെത്തു തൊഴിലാളി ക്ഷേമനിധി ഉണ്ട്, ഇവിടെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ഉണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള ക്ഷേമനിധികളുണ്ട്. ആ ക്ഷേമനിധികളെ പോലെ ഒരു ക്ഷേമനിധി മാത്രമാണത്. അത് മതപരമായ ഏതെങ്കിലും തരത്തിൽ അതിന് സർക്കാർ ഫണ്ട് വെച്ചിട്ടില്ല. ഇതിനു വേണ്ടി മാത്രമായി സർക്കാർ പ്രത്യേകമായി ഫണ്ട് വകയിരുത്തിക്കൊണ്ട് സർക്കാരിൻ്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ടുള്ള ഒന്നല്ല. അധ്യാപകരടക്കുന്ന വിഹിതം അത് അവർ നിശ്ചിത കാലാവധി കഴിയുമ്പോൾ അവർക്ക് തിരിച്ചു കിട്ടുന്നു എന്നല്ലാതെ സർക്കാരിൻ്റെ ഒരു തരത്തിലുള്ള ഔദാര്യവും അതിലുണ്ടെന്ന് പറയാൻ കഴിയില്ല. ആ തരത്തിലാണ് അത്. ക്ഷേമ പ്രവർത്തനങ്ങൾ അത് നമ്മുടെ കീഴിലുള്ള ജമീയത്തുൽ മുഅല്ലിമീൻ്റെ നേതൃത്വത്തിൽ അധ്യാപകർക്ക് ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവർക്ക് മക്കളെ കല്യാണം കഴിക്കാൻ, അതിന് വീട് വെക്കാൻ, രോഗചികിത്സക്ക് ഒക്കെ സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ വിദ്യാഭ്യാസ ബോർഡ് നേരിട്ട് തന്നെ മറ്റൊരുപാട് സംവിധാനങ്ങൾ ഉണ്ടാക്കി. ജമീയത്തുൽ മുഅല്ലിമീനും വിദ്യാഭ്യാസ ബോർഡും സഹകരിച്ചുകൊണ്ട് ഇപ്പോൾ 100 വീടുകൾ, സംസ്ഥയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 100 പാവപ്പെട്ട മുഅല്ലിങ്ങൾക്ക് വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അത് ഇപ്പോൾ ഏറെക്കുറെ 40 പണി നടന്നുകൊണ്ടിരിക്കുന്നു. 1-2-3 ഉദ്ഘാടനം കഴിഞ്ഞു.
ഇൻഷാ അള്ളാ 100 കഴിഞ്ഞാൽ പിന്നെയും ഇങ്ങനെയുള്ള ക്ഷേമ പ്രവർത്തനവും മാലിന്യങ്ങൾക്ക് വേണ്ടി ധാരാളം നടത്തുന്നുണ്ട്. അതൊന്നും സർക്കാരിൻ്റെ ഒരു സഹായം അതിലില്ല. പൂർണ്ണമായും ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന, സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴും മദ്രസയിൽ പോകുന്നത് കൊണ്ട് ആളുകൾ വർഗീയവാദികളാകുന്നു, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മദ്രസകൾ ഈ പാഠ്യവിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളായി ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം മറ്റു പല വിഷയങ്ങൾക്കും ഇപ്പോൾ ചില സ്ഥലത്ത് ഗ്രാമസഭകൾ ചേരാറുണ്ട്, ഇലക്ഷൻ്റെ സമയത്ത് പോളിംഗ് സ്റ്റേഷനുകളാവാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മദ്രസ പ്രാദേശിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗപ്പെടുത്താറുണ്ട്. ഇതിന് വിദ്യാഭ്യാസ ബോർഡിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു പോളിസി പറയാനുണ്ടോ? അങ്ങനെ ഒന്നുകൂടി വ്യക്താക്കിയാൽ. ഇപ്പം മദ്രസയിൽ പഠിക്കുന്നത് കൊണ്ടാണ് ആളുകൾ അവർ വർഗീയവാദികളാകുന്നത്, അതേപോലെ തന്നെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ പൊതുസമൂഹത്തിന് ആവശ്യമുള്ള പല കാര്യങ്ങൾക്കും മദ്രസ പ്രാദേശികമായി ഉപയോഗപ്പെടുത്താറുണ്ട്. ചിലയിടങ്ങളിൽ ഗ്രാമസഭകൾ ചേരാറുണ്ട്, എലക്ഷൻ്റെ സമയത്ത് ഉപയോഗപ്പെടുത്താറുണ്ട്. ചില സ്ഥലത്ത് സർക്കാരിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോളിയോ വിതരണം, കുത്തിവെപ്പ്, ഇങ്ങനത്തേനൊക്കെ കേന്ദ്രമായിട്ടും മദ്രസകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു പൊതുവായിട്ടുള്ളൊരു പോളിസി, ഒരു നിലപാട് എന്തെങ്കിലും വിദ്യാഭ്യാസ ബോർഡിന് ഉണ്ടോ എന്നുള്ളതാണ്. വിദ്യാഭ്യാസ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൻ്റെ പൊതു സ്വത്താണ് ഈ മദ്രസ തന്നെ. സമൂഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് നിർമ്മിച്ചതും അത് പ്രാവർത്തികമാക്കുന്നതും മുസ്ലിങ്ങളുടേതാണെങ്കിലും അത് പൊതുവായ ഉപയോഗത്തിന് വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും, ഇതിനപ്പുറം ഈ ഗ്രാമസഭ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പൊതുസമൂഹത്തിന് ആവശ്യമുള്ള ഏത് കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ നൽകുന്നുണ്ട്. പ്രളയത്തിൻ്റെ സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പ്, പ്രളയ സമയത്ത് നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ എന്ന് മാത്രമല്ല, അവിടെ മരിച്ച ആളുകൾക്ക് അവരുടെ കുളിപ്പിക്കുന്നതിനും അനുബന്ധ കാര്യങ്ങൾക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സമൂഹത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് പുറമെ ഈ രാവിലത്തെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വനിതാ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട്, സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരുപാട് മദ്രസകൾ ഇപ്പോഴും വാടകയ്ക്ക് സ്കൂളിൻ്റെ വേണ്ടി വാടക കൊടുത്തിട്ടുണ്ട്. തുച്ഛമായ വാടകയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. വാടക ഇല്ലാതെയും ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾ. പിന്നെ ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ വർഗീയവാദികളാകുന്നു എന്ന തരത്തിലുള്ള, അത് വെറും ഒരു പ്രചരണം മാത്രമാണ്. അത് എന്താണ് ഇതിൽ പഠിപ്പിക്കുന്നത് എന്ന് അറിയാത്ത ആളുകൾ മനഃപൂർവ്വം ഇളക്കി വിടുന്ന ഒരു കാര്യം മാത്രമാണ്. യഥാർത്ഥത്തിൽ അതിലൊരു തരി പോലും അതിൽ സത്യമില്ല. മതവിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട ഒരാൾക്ക് ഒരു ബഹുസ്വര രാജ്യത്ത് എല്ലാവരോടും കാരുണ്യം കാണിക്കാനും സമാധാനത്തോടു കൂടി പ്രവർത്തിക്കാനും അല്ലാതെ ഒരു വിഘടനവാദിയോ വർഗീയവാദിയോ ആകാൻ ഒരിക്കലും യഥാർത്ഥ മതവിശ്വാസിക്ക് കഴിയില്ല. നമ്മുടെ പാഠ്യപദ്ധതിയും അതുപോലെ തന്നെയാണ്. ഒരിക്കലും തൻ്റെ നാട്ടിലുള്ള അമുസ്ലിങ്ങളായ ആളുകളോട് അല്ലെങ്കിൽ മതമില്ലാത്ത ആളുകളോട് ശത്രുതാപരമായ ഒരു നിലപാട് നമ്മുടെ പാഠ്യഭാഗങ്ങളിൽ എവിടെയും പഠിപ്പിക്കുന്നില്ല. മാത്രമല്ല അവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ വേറെ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഇപ്പോൾ ഈ പുതിയ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കാലത്ത് ഇനി നടപ്പാക്കാനുള്ള ഡ്രീംസ്, സ്വപ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? വിദ്യാഭ്യാസ ബോർഡ് പ്രധാനമായി ഈ മദ്രസ വിദ്യാഭ്യാസം, ഈ ധാർമ്മിക വിദ്യാഭ്യാസം കൂടുതൽ ജനകീയമാക്കുക എന്നുള്ളതിനാണ്. നമ്മുടെ മദ്രസയിൽ വരുന്ന കുട്ടികൾ എല്ലാവരും പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളിൽ സമീപിക്കുന്നവരുമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ കെട്ടിടത്തിൽ വെച്ച് തന്നെ ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതുമുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസപരമായ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു സ്മാർട്ട് എക്സാമിനേഷൻ ഇപ്പോൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസയിലെ കുട്ടികൾക്ക് മതകാര്യങ്ങളിലും മറ്റ് പൊതുകാര്യങ്ങളിലും ജനറൽ നോളജിലൊക്കെ ഒരു അവഗാഹം ഉണ്ടാക്കിയെടുക്കാനും അവരെ പൊതു മത്സര പരീക്ഷകളിലേക്ക് അവരെ യോഗ്യരാക്കിയെടുക്കാനും വേണ്ടിയാണ് സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷ ഇപ്പോൾ രൂപപ്പെടുത്തിയത്. 2 വർഷം ആയിപ്പം, കഴിഞ്ഞ വർഷം കഴിഞ്ഞു, ഈ വർഷവും അത് പൂർത്തിയായി. അതിൻ്റെ റിസൾട്ട് ഇപ്പം അടുത്ത ദിവസം വരാൻ പോവുകയാണ്. അതിന് വലിയ രൂപത്തിൽ അതിൻ്റെ അവാർഡുകളൊക്കെ കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. കുട്ടികളെ വിദ്യാഭ്യാസപരമായി എന്തായാലും മുസ്ലിം സമുദായത്തിൽ നിന്നല്ല എല്ലാ വിഭാഗങ്ങളും പിന്നോക്ക വിഭാഗങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഇനിയുമുണ്ട്. ഈ IAS, സിവിൽ സർവീസിൻ്റെ ഒക്കെ കോച്ചിങ്ങൊക്കെ കുറേ കൂടി കൂടി പങ്കാളിത്തത്തോട് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ആ കാര്യത്തിൽ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കഴിഞ്ഞ ഒരു 3 വർഷം മുന്നേ നമ്മൾ കേരളത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസത്തെയും, മതവിദ്യാഭ്യാസത്തെയും ഭൗതിക വിദ്യാഭ്യാസത്തെയും വനിതാ വിദ്യാഭ്യാസത്തെയും അതുപോലെ തന്നെ നഴ്സറി വിദ്യാഭ്യാസത്തെയും എല്ലാ കാര്യത്തെയും നമ്മൾ വിശദമായി സമയമെടുത്ത് പഠിച്ചു. അങ്ങനെ വിശദമായി പഠനം നടത്തിയതിന് ശേഷം
നമ്മൾ അതിൻ്റെ ഒരു ആ, ആ, കേരളത്തിലെ ഇന്നത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് പഠിച്ച് നമ്മൾ അതിൻ്റെ റിസൾട്ട് എന്ന നിലക്ക് നമ്മളൊരു കമ്മീഷനെ നിയോഗിച്ച് ആ കമ്മീഷൻ കണ്ടെത്തിയ കാര്യങ്ങൾ നമ്മളൊരു പുസ്തകമായി ഇറക്കിയിട്ടുണ്ട്. അതിനടുത്ത ഒരു 25 വർഷക്കാലത്തേക്ക് ഈ സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് വരുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തി. അതിന് നമ്മൾ വിവിധ മേഖലകളാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രീ സ്കൂൾ സംവിധാനം, ഒന്ന് സ്കൂൾ സംവിധാനം, മറ്റൊന്ന് മദ്രസ വിദ്യാഭ്യാസം, മറ്റൊന്ന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം, ശരീഅത്ത് കോളേജും മറ്റ് മതവിദ്യാഭ്യാസം, ഇങ്ങനെ തുടങ്ങിയിട്ട് അതിന് തിരിച്ച് അതിനെ വിവിധ പാർട്ടുകളാക്കി ആ പാർട്ടുകൾ ഓരോ ഘടകങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ ബോർഡിന് അതിൻ്റെ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മുടെ ഈ പരിഷ്കരണ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത്. അപ്പോൾ അടുത്ത ഫ്യൂച്ചറിലേക്ക് വരാനുള്ള കാര്യങ്ങളെ നമ്മൾ നേരത്തെ തന്നെ രേഖപ്പെടുത്തി അതിനനുസരിച്ച് ആവശ്യമായ തരത്തിലുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ മുന്നിൽ അതിനൊരു ലിഖിതമായ ഒരു രേഖയുണ്ട്. ആ രേഖ വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും പ്രതിസന്ധികൾ തോന്നുന്നുണ്ടോ വിദ്യാഭ്യാസ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ? പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സഹായമില്ലാതെ ജനങ്ങൾ തന്നെ കെട്ടിടമുണ്ടാക്കി അധ്യാപക ശമ്പളം കൊടുത്തു പോരുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിന് പുറമെ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് തീവ്രവാദ കേന്ദ്രങ്ങളാണ് എന്ന് ബോധപൂർവം പ്രചരിപ്പിക്കുന്ന കുറേ ആളുകൾ കേരളത്തിന് പുറത്തുണ്ട്. ഇവിടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ അങ്ങനെ സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. മദ്രസകൾ നടത്തുമ്പോൾ അവിടെ ശബ്ദമുണ്ടാകുമ്പോൾ അത് എന്തായാലും നിരോധിക്കാൻ വരിക, അങ്ങനെ കുറച്ച് ആളുകൾ വർഗീയത തലയിൽ കയറിയ കുറഞ്ഞ ആളുകൾ മാത്രം കുറഞ്ഞ വിഷമമുണ്ട്. പിന്നെ സർക്കാർ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് അങ്ങനെ പ്രതിസന്ധി ഒന്നുമില്ല. കേരളത്തിന് സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല, എല്ലാ ഭംഗിയായി നടത്താൻ കഴിയുന്നുണ്ട്. എന്നാലും പുറം സംസ്ഥാനങ്ങളിൽ ഇപ്പം മദ്രസ വിദ്യാഭ്യാസത്തെ നിരോധിക്കണമെന്ന് ഇപ്പോൾ അടുത്ത് ബാലവകാശ കമ്മീഷൻ തെറ്റായ ശുപാർശ ഗവൺമെൻറ്റിന് സമർപ്പിച്ചു. തെറ്റായ ശുപാർശ തൽക്കാലം സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് അഫിഡവിറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് കോടതി. അതിലെന്താ വെച്ചാൽ വിദ്യാഭ്യാസ മദ്രസകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തീവ്രവാദം പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ്, ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന കേന്ദ്രങ്ങളാണ് എന്നൊക്കെ വളരെ തെറ്റായ രൂപത്തിൽ പ്രചരിപ്പിച്ച് മദ്രസകൾ ഇല്ലാതാക്കണം. അതിന് പിന്നിൽ എന്താണെന്ന് വെച്ചാൽ മദ്രസകൾ ഇല്ലാതാവുന്നതോടുകൂടി ഒരു ധാർമ്മിക വിദ്യാഭ്യാസം, ആത്മീയ വിദ്യാഭ്യാസത്തിന് കേന്ദ്രം ഇല്ലാതാവുകയും ജനങ്ങളിൽ പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗമായ മുസ്ലിങ്ങളിൽ അവർ വിദ്യാഭ്യാസമായി ഉയർന്നു വരാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ഭവിഷ്യത്തുകളുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് അവർ അങ്ങനെ നീങ്ങുന്നത്. അപ്പം അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് പോകുന്നു. നമ്മൾ ജനകീയമാണ്. നമ്മളെ പാഠപുസ്തകങ്ങൾ വളരെ തുറന്ന പുസ്തകങ്ങളാണ്. അതിൽ മതപരിവർത്തനത്തിൻ്റെ ഒരു ഭാഗമില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ എന്നൊരു പാഠം തന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഒന്നിലല്ല 2-3 ക്ലാസ്സുകളിലായിട്ട്. മതത്തിൽ ഒരിക്കലും ബലാത്കാരമില്ല. അതുപോലെ തന്നെ അക്രീം ജാറക്ക വലോക്കാന കാഫറ, ഏത് വിശ്വാസിയാണെങ്കിലും എൻ്റെ അയൽവാസിയെ നീ ബഹുമാനിക്കണമെന്നും അയൽവാസിക്ക് നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത കാലം വരെ നിങ്ങൾ മുഅ്മിന വിശ്വാസിയാവുകയില്ല എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്. ലാ യുമിനു അഹദുക്കും ഹത്താ യഅ്മന ജാറുഹു ബവാഇഖഹു, എൻ്റെ അയൽവാസി നിൻ്റെ ശല്യത്തിൽ നിന്ന് നിർഭയനായി തീരുന്നവരെ നീ വിശ്വാസിയാവുകയില്ല എന്ന് പറഞ്ഞ ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മദ്രസകൾ നടത്തുന്നത്. അപ്പോൾ നമ്മളെല്ലാ കുട്ടികളും അങ്ങനെ നമ്മൾ വളർത്തി വരുന്നത്. തികച്ചും ഒരു വർഗീയവാദത്തിൽ നിന്നും തീവ്രവാദത്തിൽ നിന്നും അവർ മാറ്റി നിർത്തുന്ന പാഠങ്ങൾ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത്. തൽക്കാലം ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മദ്രസ വിദ്യാഭ്യാസം ഒരു തുറന്ന പുസ്തകമാണ്. എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കണ്ടൻ്റാണ് അതിൽ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മദ്രസയിൽ എന്തുകൊണ്ട് മറ്റു മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നില്ല എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഒരു മുസ്ലിം ആയിട്ടുള്ള ആളുടെ പ്രാക്ടിക്കൽ ജീവിതമാണ് അതിൽ പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് മറ്റു മതസ്ഥർക്ക് അവിടെ അഡ്മിഷൻ എടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തത്. എന്നാൽ മറ്റു മതസ്ഥരുടെ കാര്യം പറഞ്ഞപ്പോൾ കേരളത്തിന് പുറത്ത് ഉള്ള മദ്രസകളിൽ ആ മദ്രസയിൽ പൊതുവിദ്യാഭ്യാസവും ഉണ്ട്, മതവിദ്യാഭ്യാസവും ഉണ്ട്, സംയുക്തമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ UP, ബീഹാർ പോലുള്ള സ്ഥലങ്ങളിൽ ആ മുസ്ലിങ്ങളടക്കം നമ്മുടെ ഈ സ്ട്രീമിൽ പഠിച്ചു വരുന്നുണ്ട്. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ആ തരത്തിലുള്ള സംവിധാനങ്ങൾ ആവശ്യമില്ല എന്നതുകൊണ്ടാണ് മദ്രസയിലെ വിദ്യാർത്ഥികളായി മുസ്ലിങ്ങൾ മാത്രം ചെന്നു ചേരുന്നത്. മറ്റുള്ള സർക്കാർ സംവിധാനങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ഗ്രാമസഭകൾക്ക്, ഇലക്ഷൻ പോളിംഗ് സെന്ററുകൾക്ക് അതിനൊക്കെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അത് അനുവദിച്ചു കൊടുത്തുകൊണ്ട് അതിന് സാഹചര്യം ഉണ്ടാക്കിയിട്ട് ഒരു പൊതു സംവിധാനമായി, ഒരു പൊതുസ്വത്തായി തന്നെയാണ്
മദ്രസ മുന്നോട്ട് പോകുന്നത്. വലിയ പ്രതീക്ഷകളോടെ പുതിയ പദ്ധതികളുമായി നമ്മുടെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും സമയം നമ്മോട് സംസാരിച്ച ഹമീദ് സാഹിബിനും അതേപോലെ തന്നെ CP സാറിനും എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു.